ക്ഷമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യോശുവ അധ്യായം 5 ബൈബിൾ ക്വിസ്. അമ്മോര രാജാക്കന്മാർ എവിടെ താമസിച്ചിരുന്നു? യോർദാന്റെ പടിഞ്ഞാറേ ഭാഗത്ത്. കനാന്യ രാജാക്കന്മാർ എവിടെ താമസിച്ചിരുന്നു? സമുദ്ര തീരത്ത്. ഇസ്രായേൽ മക്കൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം യഹോവ അവരുടെ മുമ്പിൽ യോർദാനിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു എന്ന് യോർദാന്റെ പടിഞ്ഞാറേ ഭാഗത്തുള്ള അമ്മോര്യ രാജാക്കന്മാരൊക്കെയും സമുദ്രതീരത്തുള്ള കനാന്യ രാജാക്കന്മാരൊക്കെയും കേട്ടപ്പോൾ അവരുടെ പ്രതികരണം എന്തായിരുന്നു? അവരുടെ ഹൃദയം ഉരുകി ഇസ്രായേൽ മക്കളുടെ നിമിത്തം അവരിൽ അശേഷം ചൈതന്യമില്ലാതെയായി. യോർദാന്റെ പടിഞ്ഞാറേ ഭാഗത്തുള്ള അമ്മോര്യ രാജാക്കന്മാരൊക്കെയും സമുദ്രതീരത്തുള്ള കനാന്യ രാജാക്കന്മാരൊക്കെയും ഹൃദയം ഉരുകുകയും ഇസ്രായേൽ മക്കളുടെ നിമിത്തം അവരിൽ അശേഷം ചൈതന്യമില്ലാതാകുകയും ചെയ്തതെന്തുകൊണ്ട്? ഇസ്രായേൽ മക്കൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം യഹോവ അവരുടെ മുമ്പിൽ യോർദാനിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞുവെന്ന് കേട്ടതുകൊണ്ട്. ഇസ്രായേൽ മക്കളെ രണ്ടാമതും പരിച്ഛേദന ചെയ്യാനായി എന്തുണ്ടാക്കാനാണ് യഹോവ യോശുവയോട് കൽപ്പിച്ചത്? തീക്കല്ലുകൊണ്ട് കത്തി. യോശുവ തീക്കല്ലുകൊണ്ട് കത്തി ഉണ്ടാക്കി ഇസ്രായേൽ മക്കളെ രണ്ടാമതും പരിച്ഛേദന ചെയ്തത് എവിടെ വെച്ച്? അഗ്രചർമ്മ ഗിരിയിങ്കൽ വെച്ച്. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ആണുങ്ങളായ ജനമൊക്കെയും യോദ്ധാക്കളെല്ലാവരും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോന്നതിന് ശേഷം എവിടെ വെച്ച് മരിച്ചുപോയി? പ്രയാണത്തിൽ മരുഭൂമിയിൽ വെച്ച്. യോശുവ പരിച്ഛേദന ചെയ്യുവാനുള്ള കാരണം എന്തായിരുന്നു? മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ശേഷം മരുഭൂമിയിൽ വെച്ച് പ്രയാണത്തിൽ ജനിച്ചവരെ ആരെയും പരിച്ഛേദന ചെയ്യാതിരുന്നതിനാൽ. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട യോദ്ധാക്കളായവരൊക്കെയും അവർക്ക് എന്ത് സംഭവിക്കും വരെ എത്ര കാലം മരുഭൂമിയിൽ സഞ്ചരിക്കേണ്ടി വന്നു? അവർ മരിച്ചൊടുങ്ങും വരെ 40 സംവത്സരം മരുഭൂമിയിൽ സഞ്ചരിക്കേണ്ടി വന്നു. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട യോദ്ധാക്കളായവരൊക്കെയും 40 സംവത്സരം മരുഭൂമിയിൽ സഞ്ചരിക്കേണ്ടി വന്നത് എന്തുകൊണ്ട്? യഹോവയുടെ വാക്ക് അനുസരിക്കായ്ക കൊണ്ട്. കനാൻ ദേശത്തെ എങ്ങനെ വിവരിച്ചിരിക്കുന്നു? യഹോവ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശം. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട യോദ്ധാക്കളായവരൊക്കെയും യഹോവയുടെ വാക്ക് അനുസരിക്കായ്കൊണ്ട് യഹോവ അവരോട് എന്ത് സത്യം ചെയ്തിരുന്നു? യഹോവ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശം അവരെ കാണിക്കയില്ല എന്ന്. ആരെയാണ് യോശുവ പരിച്ഛേദന ചെയ്തത്? മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട യോദ്ധാക്കളായവർക്ക് പകരം അവൻ എഴുന്നേൽപ്പിച്ച പുത്രന്മാരെ. പരിച്ഛേദന ചെയ്യപ്പെട്ട സർവ്വജനവും സൗഖ്യമാകുന്നവരെ എവിടെ പാർത്തു? പാളയത്തിൽ താന്താങ്ങളുടെ സ്ഥലത്ത്. മിസ്രൈമിൻ്റെ നിന്ന ഇസ്രായേൽ മക്കളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നതുകൊണ്ട് യോശുവയും ഇസ്രായേല്യരും പാളയമിറങ്ങിയ സ്ഥലത്തിന് ഇന്നുവരെ എന്ത് പേർ പറയുന്നു? ഗിൽഗാൽ അല്ലെങ്കിൽ ഉരുൾ.
ഗിൽഗാലിൽ പാളയമിറങ്ങിയതിനു ശേഷം ഇസ്രായേൽ മക്കൾ എന്ത് പെരുന്നാൾ കഴിച്ചു? പെസഹ പെരുന്നാൾ കഴിച്ചു. ഗിൽഗാലിൽ പാളയമിറങ്ങിയതിനു ശേഷം ഇസ്രായേൽ മക്കൾ ആ മാസം ഏത് ദിവസമാണ് പെസഹ കഴിച്ചത്? ആ മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത്. ഇസ്രായേൽ മക്കൾ ഗിൽഗാലിൽ പാളയമിറങ്ങിയതിനു ശേഷം എവിടെ വെച്ച് പെസഹ കഴിച്ചു? എരിഹോ സമഭൂമിയിൽ. ഇസ്രായേൽ മക്കൾ ദേശത്തിലെ വിളവ് കൊണ്ടുള്ള പുളിപ്പില്ലാത്ത അപ്പവും മലരും തിന്നത് എപ്പോഴാണ്? പെസഹയുടെ പിറ്റേ ദിവസം. പെസഹയുടെ പിറ്റേ ദിവസം ഇസ്രായേൽ മക്കൾ എന്ത് ഭക്ഷണമാണ് തിന്നത്? ദേശത്തിലെ വിളവ് കൊണ്ടുള്ള പുളിപ്പില്ലാത്ത അപ്പവും മലരും. ഏത് സമയത്താണ് മന്ന നിന്നുപോയത്? ദേശത്തെ വിളവ് അനുഭവിച്ചതിൻ്റെ പിറ്റേ ദിവസം. യോശുവ യെരിഹോവിന് സമീപത്ത് ഇരിക്കുമ്പോൾ എന്തു ചെയ്തു? തല ഉയർത്തി നോക്കി. യോശുവ യെരിഹോവിന് സമീപത്തിരിക്കുമ്പോൾ തല ഉയർത്തി നോക്കിയപ്പോൾ ആരെ കണ്ടു? ഒരു ആൾ കയ്യിൽ വാൾ ഊരി പിടിച്ചുകൊണ്ട് അവൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. യെരിഹോവിന് സമീപത്തിരിക്കുമ്പോൾ യോശുവ ഒരാളെ കണ്ടു. അവൻ്റെ കയ്യിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഊരിപ്പിടിച്ച വാൾ. കയ്യിൽ ഊരിപ്പിടിച്ച വാളുമായി തൻ്റെ നേരെ നിന്ന ആളിൻ്റെ അടുക്കൽ ചെന്ന് അവനോട് യോശുവ എന്താണ് ചോദിച്ചത്? നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ എന്ന് ചോദിച്ചു. കയ്യിൽ ഊരിപ്പിടിച്ച വാളുമായി യോശുവയുടെ നേരെ നിന്ന ആൾ താൻ ആരാണെന്നാണ് പറഞ്ഞത്. ഞാൻ യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതിയെ മനസ്സിലാക്കിയ ശേഷം യോശുവ എന്ത് 2 കാര്യങ്ങൾ ചെയ്തു? യോശുവ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. യോശുവ യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതിയുടെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവനോട് എന്ത് ചോദിച്ചു? കർത്താവിനെ അടിയനോടുള്ള കൽപ്പന എന്ത് എന്ന് ചോദിച്ചു. യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതി യോശുവയ്ക്ക് എന്ത് നിർദ്ദേശമാണ് നൽകിയത്? നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നുവെന്ന് പറഞ്ഞു. യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതി നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് പറഞ്ഞപ്പോൾ യോശുവ എന്ത് ചെയ്തു? യോശുവ അങ്ങനെ ചെയ്തു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.